ജീവസമാധി ഇരിക്കുന്ന ആ ഗുഹയ്ക്കുള്ളിൽ പോയിട്ട് ആ മണ്ണ് 2012 എൻ്റെ കൂടെ സെന്തിലും ഉണ്ടായിരുന്നു. 2012 ആ മണ്ണ് അവിടെ സമർപ്പിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം. കാരണം എത്രയോ 1000 വർഷം മുമ്പ് ബോഗൻ മഹർഷി സഞ്ചരിച്ച ആ വഴിയിലേക്ക് പോയി അവിടെ ചെന്ന് തിരിച്ച് ആ മണ്ണ് എടുത്തുകൊണ്ട് ഇവിടെ സമർപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം എൻ്റെ ജീവിതത്തിൽ മുരുകൻ്റെ അനുഗ്രഹത്താൽ നടത്താൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞ് 2025 ഒരു 13 വർഷം കഴിഞ്ഞ കൊല്ലം ഭഗവാന്റെ അടുത്തൊരു ഡയറക്ഷൻ വന്നു. കാരണം ബോഗൻ മഹർഷിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ചൈനയിൽ പോയി അദ്ദേഹം ഒരു ചൈനീസ് ശരീരത്തിൽ ജീവിച്ച് ലാവോട്സ് എന്ന പേരിൽ ജീവിച്ച് താവോ തേച്ചിങ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി താവോ എന്ന് മതം സ്ഥാപിച്ച ഒരു സങ്കല്പം, ഒരു കഥയല്ല, ചരിത്രമുണ്ട്. അപ്പോൾ ലാവോട്സും ബോഗർസിലും ഒരേ ആൾ തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞ് താവോ മതക്കാരെ നമ്മുടെ യാഗത്തിന് പഴനിയിൽ നടന്ന നമ്മുടെ ഈ യാഗത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അവരോട് ഞാൻ കഥ പറഞ്ഞു, നിങ്ങളുടെ പൂർവികരും നിങ്ങളുടെ ഗുരു എൻ്റെ ഗുരു ഒന്നാണ്. നിങ്ങളുടെ പൂർവികരൊക്കെ എത്രയോ വട്ടം പഴനിയിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ അവിടെയും വന്നിട്ടുണ്ട്, താവമായിട്ട് കണക്റ്റഡാണ്. നിങ്ങൾ പഴനിയിൽ നടക്കുന്ന യാഗത്തിൽ വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു. ഈ യാഗത്തിൽ പങ്കെടുക്കുകയും അവരുടെ പ്രോഗ്രാമിലേക്ക് എന്നെ 2 വട്ടം ഗസ്റ്റായിട്ട് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചരിത്രം കൊടുക്കൽ വാങ്ങൽ വീണ്ടും എൻ്റെ ഒരു ജീവിതത്തിൽ എത്രയോ 1000 വർഷത്തിന് ശേഷം നടത്താൻ പറ്റി എന്നൊക്കെ പറയുന്ന ജീവിതത്തിൽ കിട്ടുന്ന അപൂർവ അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് 2025 സ്പിറ്റി വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഹിമാചൽ പ്രദേശിൻ്റെ ഏറ്ററ്റത്ത് ചൈനീസ് ബോർഡറിൽ. എത്തിപ്പെടുക എളുപ്പമല്ല. ഒരു സാഹസികരായിട്ടുള്ള യാത്രികൾ, ബൈക്ക് റൈഡേഴ്സ്, അവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലങ്ങളാണ്. കാരണം മനാലിയിൽ നിന്ന് സ്പിറ്റി വാലിയിലേക്ക് ഒരു 100 കിലോമീറ്റർ യാത്രയുണ്ട്. ഓഫ് റോഡ് എന്നുള്ള സങ്കല്പമില്ല. ഒരു സൈഡിൽ അഗാധമായ കൊക്കകൾ, പൊട്ടിപ്പളഞ്ഞ റോഡുകൾ, എപ്പോൾ വേണമെങ്കിൽ മുകളിൽ നിന്ന് കല്ല് താഴത്തേക്ക് വീഴാവുന്ന അപകടകരമായ സന്ദർഭങ്ങൾ. ഇങ്ങനത്തെ ഒരു ഇത് താണ്ടിയിട്ട് വേണം നമ്മൾ സ്പിറ്റി വാലിയിലേക്ക് യാത്ര ചെയ്യാൻ. ഞാൻ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു തണ്ടലിൽ. എന്നിട്ടും ഭഗവാന്റെ ഡയറക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ പോയി. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം എപ്പോൾ വേണമെങ്കിൽ കല്ല് ഉരുണ്ടൊരു താഴത്തേക്ക് വരാം, വന്നാൽ അപ്പുറത്തെ കൊക്കയിലേക്ക് പോകും. അത് നോക്കി യാത്ര ചെയ്യണം. റോഡില്ല, കുണ്ടും കുഴിയും. പക്ഷെ ആ യാത്രയിൽ പ്രകൃതി ഒരുക്കി വെച്ച ഒരു ഭംഗിയുണ്ടല്ലോ, ആസ്മികരമായൊരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ ചെന്നെത്തുമ്പോൾ ഭയങ്കര ഓക്സിജൻ അളവ് വളരെ കുറവാണ്. എന്താ പറയുക, അത്രയും ഉയരത്തിലാണ് ഈ സ്ഥലം സ്പിറ്റി വാലി. ഓക്സിജൻ അളവ് വളരെ കുറവാണ്. പക്ഷേ അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ആ മൊണാസ്ട്രിയിലാണ് ലാവോട്സിൻ്റെ ചരിത്രത്തിലും ശരിക്കും അങ്ങനെ പറയണത്. അദ്ദേഹം ചൈനയിൽ നിന്ന് തിരിച്ച് അവസാന കാലത്ത് ഒരു യാക്കിൻ്റെ പുറത്ത് ഹിമാലയത്തിലേക്ക് തിരിച്ചു വരിക ചെയ്യണത്. അപ്പോൾ ഒരു ഗേറ്റ് കീപ്പർ, അതായത് ഒരു ഗേറ്റ് കീപ്പർ ഉണ്ടായിരുന്നു, അതിർത്തി കിടക്കണം അവിടെ ഹിമാലയത്തിലേക്ക് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് കിടക്കുക ചെയ്യണം. അപ്പോൾ ആ ഗേറ്റ് കീപ്പർ അദ്ദേഹത്തിനോട് പറയുകയാണ്, അങ്ങയുടെ അത്രയും ശിഷ്യന്മാരുണ്ട് അങ്ങേക്ക്, അത്രയധികം അങ്ങ് ചൈനയിൽ അറിയപ്പെട്ടു, അങ്ങ് നിങ്ങളുടെ അവസാന യാത്രയ്ക്ക് പോവുകയാണ്. അതൊരു പുസ്തകം എഴുതി വെച്ച് എത്ര ആൾക്കാർക്ക് ഗുണം കിട്ടും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ ഇരുന്നിട്ട് എഴുതിയ പുസ്തകമാണ് താവോ തേച്ചി. ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പോണത്. ഇപ്പോഴും താവോ മതക്കാർ അതാണ് ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം അവസാനം വന്ന് സമാധിയായ സ്ഥലമാണ് ഈ മൊണാസ്ട്രി സ്പിറ്റി വാലികൾ. പിന്നെ അവിടുന്ന് ബോഗർസിൽ അദ്ദേഹത്തിൻ്റെ ശരീരം സ്വീകരിച്ച് തിരിച്ച് പഴനിയിലേക്ക് വരിക ചെയ്യണം. മുരുകൻ്റെ ഡയറക്ഷനിൽ ഞാൻ അവിടെ എത്തി. ആ ഓഫ് റോഡ് കൂടെ സഞ്ചരിച്ച് സ്പിറ്റി വാലിയിലെത്തി. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കാറ്റൊക്കെ ആയിട്ട് അവിടെ എത്തി. ആ മൊണാസ്ട്രിയിൽ പോയി പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന അഭിഷേക ഭസ്മം അവിടെ സമർപ്പിച്ചു മൊണാസ്ട്രിയിൽ. അവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് വന്ന് വീണ്ടും തിരിച്ച് പഴനിമലയിൽ വന്ന് ബോഗർ സിദ്ധരുടെ ജീവസമാധിയിൽ ആ മണ്ണ് സമർപ്പിച്ചു. ചരിത്രം വീണ്ടും എത്രയോ 1000 വർഷത്തിന് ശേഷം വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ബോഗർനാഥർ സിദ്ധരുടെ ചൈന ദൗത്യത്തിൻ്റെ കുറേ നിമിഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ ചരിത്രമാണ്. ഓം ശരവണഭവായ നമഃ. ഇതിനോട് ചേർന്ന് മറ്റൊരു പ്രധാനമായ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. ലാവോത്സു തൻ്റെ ശരീരം വെടിഞ്ഞ പുണ്യഭൂമി. മുരുകഭഗവാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു രജത്ജി നമ്മുടെ ക്യാപ്റ്റൻ
അവിടെ എത്തിയത്. ചൈനയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാരതത്തിൻ്റെ പ്രദേശമായ സ്പിറ്റി വാലിയിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ മൊണാസ്ട്രി കാസയ്ക്കടുത്തുള്ള ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് ലാവോത്സു എന്ന ശരീരം ഉപേക്ഷിച്ച് ബോഗർ പഴനിയിലേക്ക് യാത്ര തിരിച്ചത്. അതായത് ലാവോത്സു സമാധിയായ പുണ്യസ്ഥലം ഭഗവാൻ ക്യാപ്റ്റനെ അവിടെ എത്തിച്ചത് ഒരു ഉപദേശത്തോടെയായിരുന്നു. പഴനിയിലെ ഭസ്മം ആ മണ്ണിൽ വിതറുക. അദ്ദേഹം അത് അക്ഷരമതി അനുസരിച്ചു. തീർന്നില്ല, അവിടുത്തെ മണ്ണ് പഴനിയിലെ ബോഗർ സിദ്ധരുടെ ഗുഹയ്ക്ക് മുന്നിൽ വയ്ക്കുക. ഒരു ചരിത്രത്തിൻ്റെ തിരിച്ചുവരവെന്ന പോലെ മുരുകയുഗത്തിൻ്റെ വ്യാപ്തിയിൽ ഭാരതം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്താൻ പോകുന്നു എന്ന് വേണം കരുതാൻ. ബോഗർ ചൈനയിലേക്ക് ഒരു തവണയല്ല പോയത്. ആ ദേശത്തിൻ്റെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പലപ്പോഴായി ജീവിച്ചു. മറ്റൊരു പ്രധാന ഉദ്ദേശത്തിനായി പോയ യാത്രയിൽ ചൈനീസ് മണ്ണിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബോയാങ് എന്ന പേരിലായിരുന്നു. ചരിത്ര താളുകളിൽ പരിശോധിച്ചാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. പുരാതന ചൈനീസ് രേഖകളിൽ ലാവോത്സുവിൻ്റെ മറ്റൊരു പേര് ബോയാങ് എന്നായിരുന്നു. ഇത് ബോഗർ തന്നെയാണ് ലാവോത്സു എന്ന വാദത്തിന് അടിവരയിടുന്നു. എന്നാൽ ബോയാങ് എന്ന പേരിലുള്ള ആ ചൈനീസ് വാസത്തിന് പിന്നിൽ കേവലം ആത്മീയതയ്ക്കപ്പുറം മറ്റൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാസവിദ്യയുടെ പരീക്ഷണമായിരുന്നു അത്. അതാണ് നവപാഷാണ ശേഖരണം. നവപാഷാണം 9 കൊടിയ വിഷയങ്ങളെ സംയോജിപ്പിച്ച് സർവ്വരോഗ ശാന്തി നൽകുന്ന അമൃത സമാനമായ ദിവ്യൌഷധം നിർമ്മിക്കുന്ന അദ്ഭുത സിദ്ധവിദ്യ. വരും തലമുറകളുടെ രോഗശാന്തിക്കായി പഴനിമലയിൽ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മുരുകവിഗ്രഹം നിർമ്മിക്കേണ്ടത് ഈ നവപാഷാണങ്ങൾ കൊണ്ടായിരിക്കണമെന്ന് ബോഗർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ ദിവ്യൌഷധം നിർമ്മിക്കാൻ ആവശ്യമായ ചില അപൂർവ മൂലകങ്ങളും രസതന്ത്ര കൂട്ടുകളും ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അവ തേടിയാണ് അദ്ദേഹം ചൈനയിലെ ദുർഘടമായ മലനിരകളിലേക്കും വനങ്ങളിലേക്കും രഹസ്യ ഗുഹകളിലേക്കും യാത്ര ചെയ്തത്. ചൈനയിൽ തണുത്തുറഞ്ഞ താഴ്വരകളിൽ നിന്നും അഗ്നിപർവ്വത സമാനമായ പ്രദേശങ്ങളിൽ നിന്നും തൻ്റെ അഗാധമായ രസതന്ത്ര വിജ്ഞാനം ഉപയോഗിച്ച് അദ്ദേഹം ആ അപൂർവ പാഷാണങ്ങൾ ശേഖരിച്ചു. വർഷങ്ങളോളം ബോയാങ് എന്ന പേരിൽ ചൈനയിൽ താമസിച്ച് അവിടുത്തെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും മൂലകങ്ങളെക്കുറിച്ചും അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. ബോഗർ എന്ന ലാവോത്സുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു അധ്യായം പുരാതന ചൈനയിലെ മറ്റൊരു മഹാദാർശനികനായ കൺഫ്യൂഷ്യസുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയാണ്. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ 2 ചിന്താധാരകളുടെ സംഗമമായിരുന്നു. നിയമങ്ങളും ആചാരങ്ങളും കർശനമായ ചിട്ടകളും കൊണ്ട് സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു കൺഫ്യൂഷ്യസ്. എന്നാൽ ലാവോത്സു ആകട്ടെ യാതൊരു കെട്ടുപാടുകളുമില്ലാതെ പ്രകൃതിയുടെ താളത്തിന് തൊഴുകാൻ മനുഷ്യനെ പഠിപ്പിച്ച മഹായോഗിയും. ചരിത്രരേഖകൾ പ്രകാരം പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നടന്നുകയറിക്കൊണ്ടിരിക്കുന്ന യുവദാർശനികനായ കൺഫ്യൂഷ്യസ് അറിവ് തേടി മുതിർന്ന ഗുരുവായ ലാവോത്സുവിനെ കാണാനെത്തി. ആ കൂടിക്കാഴ്ച വെറുമൊരു സംവാദമായിരുന്നില്ല. ഭാരതീയ സിദ്ധജ്ഞാനവും ചൈനീസ് സാമൂഹിക വ്യവസ്ഥയും തമ്മിലുള്ള ഒരു മുഖാമുഖമായിരുന്നു അത്. കൺഫ്യൂഷ്യസിന്റെ വാക്കുകൾ ശാന്തമായി കേട്ടിരുന്ന ലാവോത്സു അദ്ദേഹത്തിന് നൽകിയ ഉപദേശവും ഇതായിരുന്നു: നിന്റെ അഹങ്കാരവും അമിതമായ ആഗ്രഹങ്ങളും എല്ലാം നിയന്ത്രിക്കണമെന്ന ദുശാഠ്യവും ഉപേക്ഷിക്കുക. അവയൊന്നും നിന്റെ ആത്മാവിന് ഗുണം ചെയ്യില്ല. വിവേകമുള്ള ഒരു വ്യാപാരി തൻ്റെ സമ്പത്ത് രഹസ്യമായി സൂക്ഷിക്കുന്നത് പോലെ യഥാർത്ഥ ജ്ഞാനി തൻ്റെ അറിവിനെ ലളിതമായ ജീവിതത്തിനു മുന്നിൽ മറച്ചുവെക്കും. മഹത്തായ അറിവ് ജലം പോലെയാണ്, അത് തടസ്സങ്ങളില്ലാതെ ഒഴുകണം. ഈ വാക്കുകൾ കൺഫ്യൂഷ്യസിൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയും ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുകയും ചെയ്തു. ലാവോത്സുവിനെ കണ്ടുമടങ്ങിയ കൺഫ്യൂഷ്യസ് ആകെ നിശബ്ദനായിപ്പോയി. അവസാനം അത്ഭുതത്തോടെ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ വാചകങ്ങളിലൊന്നാണ്: പക്ഷികൾ പറക്കുമെന്നും അവയെല്ലാം അമ്പെയ്യാമെന്നും എനിക്കറിയാം. മത്സ്യങ്ങൾ നീന്തുമെന്നും അവയെല്ലാം വലവീശി പിടിക്കാമെന്നും എനിക്കറിയാം. മൃഗങ്ങൾ ഓടുമെന്നും അവയെ കെണിവെച്ച് പിടിക്കാമെന്നും എനിക്കറിയാം. എന്നാൽ മേഘങ്ങളെയും കാറ്റിനെയും കീറിമുറിച്ച് ആകാശത്തിൽ കുതിക്കുന്ന വ്യാളിയെ എങ്ങനെ തളയ്ക്കണമെന്ന് എനിക്കറിയില്ല എന്ന് ആ ലാവോത്സുവിനെ ഞാൻ കണ്ടു. അദ്ദേഹം ആകാശത്ത് പറക്കുന്ന ഒരു മഹാവ്യാളിയെ പോലെയാണ്. ചൈനയുടെ ഏറ്റവും വലിയ ദാർശനികനായ
കൺഫ്യൂഷസ് പോലും ബോഗർ എന്ന ആ മഹാസിദ്ധൻ്റെ അതിരുകളില്ലാത്ത ജ്ഞാനത്തിനു മുന്നിൽ അത്ഭുതത്തോടെ തലകുനിക്കുന്ന നിമിഷമാണ് ലോകം കണ്ടത്. ബോഗർ വെറുമൊരു സഞ്ചാരിയോ രസതന്ത്രജ്ഞനോ മാത്രമായിരുന്നില്ല. ചൈനയിലെ മഹാന്മാരായ ഗുരുക്കന്മാർക്ക് പോലും വഴികാട്ടിയായ ഗുരുക്കന്മാരുടെ ഗുരു കൂടിയായിരുന്നുവെന്ന് ഈ സംഭവം അടിവരയിടുന്നു. ചൈനീസ് ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ മാറ്റത്തിൻ്റെ വിത്തുകൾ പാകിയ ശേഷം ആരുമറിയാതെ അദ്ദേഹം തൻ്റെ മാതൃഭൂമിയിലേക്ക് സിദ്ധന്മാരുടെ തമിഴകത്തേക്ക് മടങ്ങി. മഹാസിദ്ധനായ ബോഗർ തൻ്റെ ജീവിതത്തിൽ നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ലാവോത്സെ എന്ന ശരീരം അദ്ദേഹം എന്തിനായിരിക്കും തിരഞ്ഞെടുത്തത്? അതിനൊക്കെയുള്ള കൃത്യമായ ഉത്തരം കാലത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. എന്തുതന്നെയായാലും ആ യാത്രകളും അവതാരങ്ങളും മാനവരാശിക്ക് അറിവിൻ്റെ വലിയൊരു പ്രകാശമാണ് നൽകിയത്. ഒരുപക്ഷെ ആ അറിവിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോഴായിരിക്കും മനുഷ്യന് ഇതിൻ്റെയെല്ലാം വ്യക്തമായ ഉത്തരം ലഭിക്കുക. ബോഗരുടെ നിഗൂഢമായ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ചരിത്രത്തിൻ്റെ താളുകളിൽ നാം ഇനിയും അത് തുടരും.